ஒன்றும் இல்லை, பால் பார்த்து சுத்துறோம், மேக்ஸிமம் 6 அடிக்கிறோம், அவ்வளோ. തട്ടുറോം. സൂപ്പർ സഞ്ജു, വിഷിംഗ് യു ദ വെൽ. ചെന്നൈ കുപ്പായത്തിലെ തുടക്കരാത്രിക്ക് ഒരു പ്രത്യേക ഭാരമുണ്ടായിരിക്കും. മഞ്ഞ നിറത്താൽ അവനണിഞ്ഞ് ആദ്യ മത്സരം നടക്കുന്നത് തൻ്റെ ഹൃദയം വിറ്റവർക്ക് മുന്നിൽ തന്നെയാണല്ലോ. അത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതാവില്ല. ആകാശത്ത് തൊട്ട് നിൽക്കുന്ന ഗുവാഹത്തിയിലെ വെള്ള വെളിച്ചത്തിന് താഴെ അവർക്കായി വീശി തടംപിച്ച ബാറ്റ് ഇന്നവർക്കെതിരെ തുനിഞ്ഞു നിൽക്കുമ്പോൾ എന്ത് വികാരങ്ങൾ കൊണ്ട് അതിനെ മറികടക്കാൻ അയാൾക്ക് സാധിക്കുമെന്നറിയില്ല. എങ്കിലും ആ മനുഷ്യനെ വെറുക്കാൻ അവർക്ക് സാധിക്കില്ലല്ലോ. ഗാലറിയിലെ 2 ധ്രുവങ്ങളും അയാൾക്കായി കാത്തിരിക്കുന്നുണ്ടാകും. കാരണം അവൻ്റെ കഥ ഓരോ ആരാധകൻ്റെയും മനസ്സിനെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരിടത്ത് അടർത്തി മാറ്റപ്പെടുകയായിരുന്നുവെങ്കിൽ മറുപുറത്ത് അയാളെ ആനയിച്ച് സ്വീകരിക്കുകയായിരുന്നു. അതെ, ചേട്ടനെ കാത്ത് CSK ജേഴ്സി കാത്തിരിക്കുന്നുണ്ട്. ഒരു പുതിയ യുഗം പുലരുവാൻ കാത്തു നിൽക്കുന്നുണ്ട്. അത് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന പാരമ്പര്യത്തിൻ്റെ കോട്ടയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുകയാണ്. ഇവിടെ പുതിയ ജയങ്ങളും തോൽവികളും പുതിയ ചരിത്രങ്ങളും പാഠങ്ങളും സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. വെറും CSK ആരാധകർ മാത്രമല്ല ആ ചരിത്ര നിമിഷങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ക്യാമറ കണ്ണുകളും ഓരോ ക്രിക്കറ്റ് ആരാധകരും ഓരോ മലയാളിയും സഞ്ജുവിൻ്റെ സന്തോഷം കാണുവാൻ കാത്തിരിക്കുക തന്നെയാണ്. ടാലൻ്റ് ഉണ്ട്, പക്ഷേ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. ബിഗ് സ്റ്റേജ് പ്ലെയർ അല്ല. അത്തരം ശബ്ദങ്ങൾ, ഒരിക്കൽ അവനെ പിന്തുടർന്ന വിമർശനങ്ങൾ, അങ്ങനെ ഇന്നും പലയിടത്തു നിന്നും പ്രതിധ്വനിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെല്ലാം ഇന്ത്യൻ കുപ്പായത്തിൽ മറുപടി എഴുതിയതുപോലെ കത്തുന്ന ബാറ്റ് കൊണ്ട് തിരുത്തി നിൽക്കുന്ന മണിക്കൂറുകൾക്ക് മാത്രമാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഒരു നിമിഷമെങ്കിലും മനസ്സൊന്ന് പുറകോട്ട് സഞ്ചരിച്ചാൽ സഞ്ജുവിൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കും ചിന്തിക്കുക? അതെ, രാജസ്ഥാൻ റോയൽസ്. യഥാർത്ഥ സ്വപ്നങ്ങൾ ഞാൻ അവിടെയാണ് കണ്ടത്. ആ പിങ്ക് ജേഴ്സിയിലാണ് എൻ്റെ കഥയ്ക്ക് അർത്ഥം പോലും ഉണ്ടായത്. സെഞ്ചുറി, ആദ്യ കയ്യടി, ആദ്യമായി നീ ഒരിക്കൽ വലിയ കളിക്കാനാകുമെന്ന വിശ്വാസം, എൻ്റെ വിജയം കാണാൻ എൻ്റെ തളർച്ചയിലും കൂടെ നിന്ന മനുഷ്യർ, വിശ്വസിച്ച് ചേർത്ത് നിർത്തിയ ക്ലബ്ബ്, എല്ലാം അങ്ങനെ അയാളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. എന്നാൽ ഇനി വരാനിരിക്കുന്ന ചരിത്രങ്ങൾ സഞ്ജുവിനെക്കുറിച്ച് എങ്ങനെയാകും എഴുതാൻ കാത്തിരിക്കുന്നത്? അവൻ രാജസ്ഥാനിൽ ഒരു കളിക്കാരനായി വളർന്നു വന്നു. എന്നാൽ ഇവിടെ CSKയിൽ അവനൊരു പാരമ്പര്യമായി മാറാൻ പോകുകയാണ്. അതുതന്നെയായിരിക്കും സുവർണ ലിപികളാൽ കുറിച്ച് തുടങ്ങുന്നത്. ഒരു യുഗം മറ്റൊരു തലയ്ക്ക് തുല്യമാകില്ലെങ്കിൽ പോലും അവനാൽ ഒരു ഇതിഹാസം പണിതീർക്കപ്പെടും, ഐതിഹാസികത സൃഷ്ടിക്കപ്പെടും. CSKയുടെ കഥയിൽ അയാൾക്കായി താളുകൾ ഒരുക്കപ്പെടുക തന്നെ ചെയ്യും. ഗുവാഹത്തിയിലെ ആദ്യ മത്സരത്തിൽ അയാളുടെ ബാറ്റിൽ നിന്നും ആരംഭിക്കുന്ന ആദ്യ റൺ IPL എന്ന മഹാകാവ്യത്തിൽ ഒരു പുതിയ അധ്യായത്തിൻ്റെ ആദ്യ വരിയായി മാറുക തന്നെ ചെയ്യും. IPLൽ ധോണിക്കൊപ്പം കളിക്കണമെന്ന് പലവട്ടം സഞ്ജു പറയാതെ പറഞ്ഞ സ്വപ്നങ്ങളിലൊന്ന് അന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ വിമർശിച്ചവരും ഒരിക്കൽ കൈയടിച്ചവരും എല്ലാവരും ഒരുപോലെ അത് നോക്കി നിൽക്കേണ്ടി വരും. സഞ്ജു സാംസൺ ഇപ്പോൾ വെറും ഒരു കളിക്കാരൻ മാത്രമല്ല, അവൻ പുതിയ ബ്രഹ്മാണ്ഡ ചരിത്രം എഴുതാൻ പോകുകയാണ്.